പ്രകൃതി അതിന്റെ എല്ലാ ഭംഗിയും ആവാഹിച്ച് അനുഗ്രഹിച്ച പശ്ചിമഘട്ട മലനിരകളിലൂടെ മഞ്ഞിനെയും കാടിനെയും തൊട്ടറിഞ്ഞ് ഒരു കിടിലൻ യാത്ര പോയാലോ? ചാലക്കുടിയിൽ നിന്ന് തുടങ്ങി അതിരപ്പിള്ളി മലക്കപ്പാറ വഴി തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്ക് നീളുന്ന ആ വനപാതയിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് പിന്നിടുന്നതോടെ യാത്രയുടെ വൈബ് പാടെ മാറും. ഇരുവശവും തലയുയർത്തി നിൽക്കുന്ന വൻ മരങ്ങളും കാനന ഭംഗിയും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഈ യാത്രയെ കൂടുതൽ സാഹസികമാക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്തുകളെയും സിംഹവാലൻ കുരങ്ങുകളെയും വഴിയരികിൽ തന്നെയുള്ള ആനക്കൂട്ടങ്ങളെയും ഇവിടെ കാണാം. കേരള ഷോളയാർ ഡാമിന്റെ കാഴ്ചകൾ കണ്ട് നമ്മൾ ചെന്നെത്തുന്നത് തൃശൂരിന്റെ അതിർത്തി ഗ്രാമമായ മലക്കപ്പാറയിലാണ്. പച്ച പുതച്ച തേയിലത്തോട്ടങ്ങൾ കൊണ്ട് മൂടിയ മലക്കപ്പാറയിലെ തണുത്ത കാറ്റേറ്റ് അല്പം വിശ്രമിച്ച ശേഷം നേരെ തമിഴ്നാട് അതിർത്തിയിലേക്ക്. അവിടെ നമ്മെ സ്വീകരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഡാമുകളിലൊന്നായ അപ്പർ ഷോളയാർ ഡാമാണ്. ഇനി വരാനിരിക്കുന്നത് സഞ്ചാരികളെ ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന 40 ഹെയർപിൻ വളവുകളാണ്. 9ാമത്തെ വളവിലുള്ള ആത്തുപാലം വ്യൂ പോയിന്റിൽ നിന്നും ലോംസ് വ്യൂ പോയിന്റിൽ നിന്നും നോക്കിയാൽ താഴെ ആളിയാർ ഡാമിന്റെ ആ മനോഹരമായ കാഴ്ച നേരിട്ട് കാണാം. കൂടാതെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നടന്ന് താഴ്വരകളുടെ ഭംഗി ആസ്വദിക്കാൻ നല്ലമുടി പൂഞ്ചോലയും അടുത്ത തെളിഞ്ഞ വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ കൂളങ്കൽ നദിയും വാൽപ്പാറയിൽ നമുക്കായി കാത്തിരിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഇത് വന്യമൃഗങ്ങളുടെയും പച്ചപ്പിന്റെയും നാടാണ്. പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി വനനിയമങ്ങൾ പാലിച്ച് നമുക്ക് ഈ യാത്ര അവിസ്മരണീയമാക്കാം. വാൽപ്പാറ പൊള്ളാച്ചി റൂട്ട്, വാൽപ്പാറ മലക്കപ്പാറ റൂട്ട് എന്നീ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനാകും. അപ്പോൾ എങ്ങനെയാ, അടുത്ത വീക്കെൻഡ് വാൽപ്പാറയിലേക്ക് ലോക്ക് ചെയ്യുകയല്ലേ?